എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 16-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ദക്ഷസ്തുതാതുരതിലാളനയാരജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വിരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ. ദക്ഷ തു ധാതു അതിലാളനയാ. ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട്. എന്താ ഇവിടെ അതിലാളന എന്ന് പറയുന്നത്? ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചു ബ്രഹ്മാവ്. രജോന്ധ, അതോടുകൂടി രാജസങ്ങളായ ക്രോധമത്സരാദികളാൽ വിവേകശൂന്യനായി ദക്ഷൻ. പിന്നെന്താണ്ടായേ? നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത്. നാത്യാദൃത ത്വയി ച അശാന്തി ആസീത് കഷ്ടം. ബ്രഹ്മാവിനാൽ പരിത്യക്തനായി, ഹേ ഭഗവാനെ, അങ്ങയിൽ പോലും വിനയമില്ലാത്തവനായി തീർന്നു ദക്ഷൻ. കഷ്ടം തന്നെ. യേന വിരുന്ധ സ ഭവത്തനുമേവ ശർവം. യേന സ ഭവത്തനും ഏവ ശർവം വിരുന്ധ. ഈ വിനയമില്ലായ്മ കാരണം ദക്ഷൻ അങ്ങയുടെ തന്നെ മൂർത്തിയായ ശിവനെ ദ്വേഷിച്ചു. എന്നിട്ട് എന്താ ചെയ്തേ? യജ്ഞേച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. വൈരപിശുനെ യജ്ഞേ സ്വസുതാം വ്യമാനീത് ച. ആ ദ്വേഷത്തോടെ നടത്തിയ യാഗത്തിൽ വെച്ച് തൻ്റെ മകളായ സതിയെ അപമാനിക്കുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പിതാവായ ബ്രഹ്മാവിൻ്റെ അതിലാളന മൂലം രജോ ഗുണം വർദ്ധിച്ച് അങ്ങയിൽ ആസക്തിയില്ലാതെ അശാന്തനായിത്തീർന്ന ദക്ഷൻ്റെ അവസ്ഥ ദയനീയമായിത്തീർന്നു. ദക്ഷൻ അങ്ങയുടെ ആത്മാംശമായ ശിവനെ പോലും എതിർക്കുകയും ആ ദ്വേഷത്തോടെ നടത്തിയ യജ്ഞത്തിൽ വെച്ച് സ്വപുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു. പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ സതീദേവി പങ്കെടുക്കുന്നത് ശിവന് സമ്മതമായിരുന്നില്ല. പിതൃഗൃഹത്തോടുള്ള ബഹുമാനം മൂലം ക്ഷണമില്ലെങ്കിലും ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് സതീദേവി അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് സ്വന്തം പുത്രിയായ സതിയെ ദക്ഷൻ ക്ഷണിക്കാതിരുന്നത്? ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ഈ ദക്ഷ പ്രജാപതി അങ്ങോട്ട് കടന്നു ചെന്നു. ബ്രഹ്മാവും ശിവനുമൊഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു. ദക്ഷൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ച് സദസ്സിലിരുന്നു. തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്തതിൽ ദക്ഷന് കോപം വന്നു. സദസ്സിൽ വെച്ചു തന്നെ ശിവനെ വല്ലാതെ അദ്ദേഹം അധിക്ഷേപിച്ചു. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്താൻ ദക്ഷൻ തീരുമാനിച്ചു. മകളായ സതിയെ ദക്ഷൻ യാഗവൃത്താന്തം അറിയിച്ചില്ല. ദക്ഷയാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞാണ് സതീദേവി പരമേശ്വരൻ്റെ ഉപദേശം മാനിക്കാതെ യാഗത്തിലെത്തിയത്. ശ്രീ പരമേശ്വരൻ അറിയാം വരാൻ പോകുന്ന അനർത്ഥങ്ങൾ. അതുകൊണ്ടാണ് സതീദേവി, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അച്ഛനൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും അനർത്ഥം സംഭവിക്കും എന്ന് ഉപദേശിച്ചത്. പക്ഷേ ആ ഉപദേശം മാനിക്കാതെ യാഗത്തിന് പോവുകയാണ് സതീദേവി ചെയ്തത്. പിതാവ് അപമാനിച്ചു എന്ന് മാത്രമല്ല, സങ്കടം കാരണം യോഗാഗ്നിയിൽ തൻ്റെ ശരീരം ദേവി ഉപേക്ഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.